നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 9 അല്ലെങ്കിൽ 11 വിവാഹത്തിൻ്റെ രഹസ്യം എന്താണ് എന്നതിൻ്റെ ഉത്തരം കൂടിയാണത്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ഭാര്യയാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആള് അയാളുടെ ഭാര്യയ്ക്ക് ഏറ്റവും ഖൈറായ ആളാകുന്നു എന്ന് അഷ്റഫുൽ വറ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞു. എന്നറിയോ? നബി തങ്ങൾ വഫാത്തായിട്ട് 30 വർഷത്തിൻ്റെ ശേഷം പറഞ്ഞതാണത്. ഒരാൾ ഭർത്താവ് മരിച്ച് കുറച്ച് ദിവസമൊക്കെ നല്ല അഭിപ്രായം ഉണ്ടാവും, കുറച്ച് കൊല്ലങ്ങളൊക്കെ ഉണ്ടാവും. ഇതങ്ങനല്ല. ആയിഷ ബീവി 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു നബി തങ്ങളുടെ സ്വഭാവം. അതിൽ പറഞ്ഞു കാന ഖുലുഖു അൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നബി തങ്ങളിലുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ നബി തങ്ങളുടെ സ്വഭാവം ശരിയായിരുന്നു എന്നതിൻ്റെ 9 സർട്ടിഫിക്കറ്റുകളാണ് നബി തങ്ങൾ വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള 9 ഭാര്യമാർ. ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമുനത്തും റംല ഹിന്ദും സൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. മുത്തുനബി വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള 9 ഭാര്യമാർ പറഞ്ഞാൽ നബി തങ്ങളുടെ സ്വഭാവത്തിൻ്റെ 9 സർട്ടിഫിക്കറ്റാണ്. അതാണ് ഉമ്മു സലമയോട് നിന്നോട് ഏറ്റവും നന്നായി സ്വഭാവത്താൽ പെരുമാറിയ ആളെ നീ സ്വർഗത്തിൽ വെച്ച് തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞത്. സ്വർഗത്തിലെ ദുനിയാവിൽ നിന്നുള്ള ഇണയും തുണയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മാനദണ്ഡം സൽസ്വഭാവമാണ്. ഇനി സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് 20 സ്വഭാവങ്ങളാണ് പറയണത്. മനുഷ്യന് 20 സ്വഭാവം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ സ്വഭാവവും നല്ല നിലയിലും ചെലവാക്കാൻ പറ്റും, ചീത്ത നിലയിലും ആക്കാൻ പറ്റും. അടിസ്ഥാന സ്വഭാവം 20 എണ്ണാണ്. നല്ലതിന് നമ്മൾ വേറൊരു പേര് പറയും, കേടെന്നാൽ വേറൊരു പേര് പറയും. ഉദാഹരണം പറയാം. ഒരാളിങ്ങനെ അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു സാധുവായ മനുഷ്യനെ കണ്ടു. അയാൾ ഒരു ചായക്കായി തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ചു, അയാളിപ്പോൾ ചായക്ക് എന്ന് പറഞ്ഞ് കായ് മേടിച്ചിട്ട് അയാൾ നാളല്ല മറ്റന്നാൾ അതുകൊണ്ട് കള്ളു കുടിച്ചാൽ അപ്പോൾ ഒരു മദ്യപാനിക്ക് പൈസ കൊടുത്തതിൻ്റെ ഉത്തരവാദി ഞാനാകൂലേ? അതുകൊണ്ട് ഇയാൾ കള്ളു കുടിക്കോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ അപ്പം എങ്ങനെയൊക്കെ അവന് പൈസ കൊടുക്കുക? അപ്പം അതുകൊണ്ട് കൊടുക്കണില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മൾ പിഷ്കെന്ന് പറയും അവനെ പറ്റിയിട്ട്. പിഷ്കൻ. വല്യമ്മക്ക് ഗോരോചനാദി ഗുളിക വാങ്ങാൻ വേണ്ടി 10 റുപ്യേറ്റ് ഇങ്ങനെ പോവുകയാണ്. അപ്പണ്ട് ഒരു സാധു കണ്ണ് കാണാത്ത ആൾ റോട്ടും അങ്ങനെ നിൽക്കണോ, എന്തേലും തരുമോ എന്ന് ചോദിച്ചു. അതിൽ വല്യമ്മാൻ്റെ ഗോരോചനാദിയുടെ പൈസ എടുത്തിട്ട് നോക്കിയിട്ട്, പടച്ചോനെ ഇത് കൊടുത്താൽ ശരിയാവില്ല, ഇതിൻ്റെ വല്യമ്മക്ക് വായുഗുളിക വാങ്ങാനുള്ളതാണ്, കൊടുക്കാനാവില്ല എന്ന് പറഞ്ഞാണ്ട് കീശയ്ക്ക് വെച്ചാൽ അതിന് നമ്മൾ പറയും സൂക്ഷ്മത. രണ്ടും പൈസ കൊടുക്കാതിരിക്കല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്കെന്തായാലും മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് പറയാണ് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. സംഗതി രണ്ടും ഒന്നാണ്. ഇത് രണ്ടും ഒരു സ്വഭാവമാണ്. നന്നായാൽ വേറൊരു പേരാ പറയാ, കേടെന്നാൽ വേറൊരു പേരാണ് പറയാ. ഇങ്ങനെ 20 ഉണ്ട് മനുഷ്യൻ്റെ അടുത്ത്. ഇങ്ങനെ 20 ഉണ്ട് മനുഷ്യൻ്റെ അടുത്ത്. എല്ലാതും നന്നാക്കാനും പറ്റും, എല്ലാതും കേടെടുത്താനും പറ്റും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അനന്നബിയ്യു ലാ കദിബ് അനബിനു അബ്ദുൽ മുത്തലിബ്. ഞാൻ നബിയാണ് കേട്ടോ, ഇത് വാസ്തവം, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെന്താ പറയാ? അഭിമാനം.
അഭിമാനം പറഞ്ഞു. അബൂജഹൽ പറഞ്ഞു, ഈ നാട്ടിൽ ഒരു നബി വരികയാണെങ്കിൽ ഞാനാണ് ആകേണ്ടത്, അതാ യത്തീം കുട്ടിയായത് ശരിയായില്ല എന്ന് പറഞ്ഞു. അതിന് നമ്മൾ എന്ത് പറയും? അഹങ്കാരം എന്ന് പറയും. സാധനം രണ്ടും ഒന്നാണ്. നല്ലയാൾക്ക് ഉപയോഗിച്ചാൽ വേറെ പേരാണ്, കേടിരുത്തിയാൽ വേറെ പേരാണ്. ഇങ്ങനെ 20 ഉണ്ട്. ഈ 20 കൂടിയും ഒറ്റവാക്കിൽ എങ്ങനെ ഒതുക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലെ മലമ്പ്രദേശത്ത് ആടുകളെ നോക്കി താമസിക്കുന്ന ഒരു സ്വഹാബി വര്യൻ വന്നു. കുറേ സമയം സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകാൻ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. മദീനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽ സ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പോയില്ല, അവിടെ തന്നെ ഇരുന്നു. പോവാതിരിക്കാനുള്ള കാരണം മൂപ്പര് ഉദ്ദേശിച്ചത് മലമ്പ്രദേശത്ത് ആടിനോക്കി താമസിക്കാനുള്ള, അവിടെ കുറേ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരുണ്ട്. മുസ്ലിമായി ഇവിടുന്ന് ഇസ്ലാം ദീന് പഠിച്ച് ചെന്നിട്ട് ഓൽക്ക് ഇസ്ലാം ദീനിനെ പറ്റി വയല് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രസംഗമേറ്റർ പറഞ്ഞു തരണം എന്നതാണ് മൂപ്പരുടെ ഉദ്ദേശം. പക്ഷെ ഇത് മറുപടി ഒറ്റവാക്കിൽ ഒതുങ്ങി. അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്. ഇത് വയലരാൻ പറ്റൂലല്ലോ, കയ്യോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ, അമ്മാ ബഅദ്. അദ്ദീനു ഹുസ്നുൽ ഖുലുഖി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് ഒറ്റ വാക്കുള്ളൂ, വയലരാൻ പറ്റൂല. ഇതാണ് പോകാത്തതിന്റെ കാരണം. അപ്പൊ അവിടെ തന്നെ ഇരുന്നു കുറെ സമയം. നബി തങ്ങൾ ഏകദേശം മറന്നിട്ടുണ്ടാവുന്നു തോന്നിയപ്പോ മെല്ലെ എഴുന്നേറ്റിട്ട് രണ്ടാമതും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഇസ്ലാം ദീന് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. നബി തങ്ങൾ പഴയ മറുപടി തന്നെ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്നാൽ സൽസ്വഭാവം. അവിടെ തന്നെ ഇരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ട് മൂന്നാമത് മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ വന്നിട്ട് അറിയാത്ത മാതിരി മൂന്നാമതും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്. മറുപടി പഴയ തന്നെയാണ്, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽ സ്വഭാവമാണ്. വേറെ മറുപടി കിട്ടൂല എന്ന് ഉറപ്പായപ്പോ അദ്ദേഹം പോകാൻ വേണ്ടി ഒരുങ്ങി. ഇനിയിപ്പോ ഏതായാലും വേറെ മറുപടി ഉണ്ടാവില്ല, 3 വട്ടം ചോദിച്ചിട്ടും മറുപടി ഒന്ന് തന്നെയല്ല, അതുകൊണ്ട് പോകാന്ന് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി. പോകാണ് എന്ന് കണ്ടപ്പോ നബി തങ്ങൾ ഇങ്ങോട്ട് തന്നെ വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് മറുപടി പറഞ്ഞു. ഒന്നുകിൽ അറിയാത്തതുകൊണ്ട് പറഞ്ഞതാണെന്ന് വെക്കാം. ഇനി സഹാബത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അവര് അറിയെങ്കിലും അറിയില്ല എന്നാണ് പറയാ. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്, അറിയില്ലെങ്കിലും അറിയുന്നാണ് നമ്മൾ പറയാ. പോലെ അറിയെങ്കിലും അറിയില്ല എന്നാണ് പറയാ. ഒരാള് ഓന്റെ പെണ്ണുങ്ങോട് പറഞ്ഞു, അന്നെ ഞാൻ 3 പിരിച്ചു പറഞ്ഞു. ഒരാളോ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അന്നെ ഞാൻ 3 പിരിച്ചു എന്ന്. ആകെ ശയിപ്പായല്ലോ. അങ്ങനെ പള്ളിക്കത്തെ മൗലിയരോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യനോട് അറിയാതെ അന്നെ ഞാൻ 3 പിരിച്ചു എന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ കാട്ടു ഉസ്താദേ? ഇത് അങ്ങനെ പറഞ്ഞോ? ആ, എന്നാലേ പെട്ടെന്ന് തീരുമാനാക്കാൻ വരട്ടെ, നമുക്ക് ചെമ്മാട് ദാറുൽ ഹുദയിലൊന്ന് പോകാം. എന്നിട്ട് അവിടുത്തെ ഉസ്താദുമാരൊന്ന് കണ്ട് ഓലോടൊന്ന് സംസാരിച്ചിട്ട് ഓലെന്തെങ്കിലും ഒരു മതവിധി ഫത്വ ഇതിന് എഴുതിത്തരും. അത് കിട്ടിയതിൻ്റെ ശേഷം ഒരു തീരുമാനം എടുക്കാന്ന് പള്ളിക്കത്തെ മൗലിയർ പറയും. അതേ സമയത്ത് ചായ ഉണ്ടാക്കണേ, അല്ലെങ്കിൽ മീൻ കച്ചവടം ചെയ്യണേ, അല്ലെങ്കിൽ മുട്ടായി കച്ചവടം ചെയ്യണ ഒരാളോട് പോയിട്ട് ഞാൻ എൻ്റെ പെണ്ണുങ്ങോട് അന്നെ ഞാൻ 3 പിരിച്ചു എന്ന് പറഞ്ഞു, എന്താ ഇപ്പൊ കാട്ടുക എന്ന് ചോദിച്ചാൽ അപ്പൊ പറയും, അത് 3 തലാക്കും പോയിട്ടുണ്ട് ഉറപ്പായിട്ടും.
ഇനി മൂല്യന്മാരറ്റ മാറ്റി പറയോന്നാവോ എന്നും കൂടിയും പറയും. ഇതിനാണ് വിവരമില്ലാത്തവന്റെ വിവരം എന്ന് പറയുന്നത്. ഇന്നത്തെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ സാധനം. അറിയില്ല എന്ന് പറയില്ല, അതാണ് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പൊ സ്വഹാബത്ത് അറിയുമെങ്കിലും അറിയില്ല എന്നാണ് പറയാ. നമ്മൾ അറിയില്ലെങ്കിലും അറിയും, മൂന്നൊരാൾക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയാ. അതാണ് നമ്മൾ ഓരോ തമ്മിലുള്ള വ്യത്യാസം. അന്തമില്ലാത്തോരനന്ത കൊടിയാണി അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ, അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവല നേറ്റമന്തം. ഏറ്റവും വലിയ വിവരം അറിയില്ല എന്നുള്ള അറിവുണ്ടാവലാണ് എന്നാണ്. അപ്പോ ഒന്നുകിൽ ആ സ്വഹാബിക്ക് അറിയില്ല അതുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ അറിയുമെങ്കിലും അവർ സൂക്ഷ്മതയിൽ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ നബിതങ്ങൾ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു, ലാ തഗ്ളബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നതിനാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ കുടുംബജീവിതമാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിക്കണോ ഞാൻ കുടുംബജീവിതമാണ് ഇപ്പൊ പറയണതെന്ന്? നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നതിനാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറയലുണ്ട് എപ്പോഴേ, അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ കുട്ടിയോട് കാണിച്ചാൽ നമ്മൾ സൽസ്വഭാവികളാവും. അയൽപക്കത്തെ സ്ത്രീയോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ ഭാര്യയോട് കാണിച്ചാൽ നമ്മൾ സൽസ്വഭാവികളാവും. അയൽപക്കത്തെ പുരുഷനോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ കെട്ടിയവനോട് കാണിച്ചാൽ നമ്മൾ സൽസ്വഭാവികളാവും. ഉദാഹരണം പറഞ്ഞുതരാം. നല്ല പഞ്ചസാരയും സേമിയനും സാബോനരിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു പായസം ഉണ്ടാക്കി. നമ്മളെ പെരയിൽ, ഇവിടെ അല്ല കേട്ടോ, ഇവിടെ ഒന്നുമില്ല, പെരയിൽ നല്ലൊരു പായസം ഉണ്ടാക്കി. പായസം കുടിക്കാൻ നേരത്തെ അപ്പുറത്തെ പെരേന്ന് അമ്മായിൻ്റെ കുട്ടി വിരുന്ന് വന്നു. ചെറിയ കുട്ടിയാണ്, 6 വയസ്സ്. സ്വാഭാവികമായിട്ടും ഒരു ഗ്ലാസ് പായസം, പൊട്ടണ ഗ്ലാസ്സിൽ, കുപ്പി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പായസം അമ്മായിൻ്റെ കുട്ടിക്ക് കൊടുത്തു. അമ്മായിൻ്റെ കുട്ടി ആ പായസം ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഗ്ലാസ് വീണുങ്ങാണ്ടാണ്ട് പൊട്ടി. എന്താ പറയാ? സാരല്ല അറിയും, അമ്മായിൻ്റെ കുട്ടിയല്ലേ, സാരല്ല. ഇവിടെ അങ്ങനത്തെ ക്ലാസ് ഇഷ്ടം പോലെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്ലാസ്സിന് എത്ര വരിക? 25 റുപ്യല്ലേ എന്ന് പറയും നമ്മള്. പിറ്റേന്ന് ശർക്കര പായസം ഉണ്ടായി, നുറുക്ക് ഗോതമ്പിട്ടിട്ട്. ശർക്കര പായസം, ശർക്കര, നുറുക്ക് ഗോതമ്പ്, പിന്നെന്താ പാല് ഒക്കെ പറഞ്ഞിട്ട് നല്ല പായസം. അമ്മായിൻ്റെ കുട്ടി വന്നിട്ടില്ല, അവനാന്റെ കുട്ടിക്ക് ഒരു ഗ്ലാസ് പായസം കൊടുത്തു. കുടിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ വീണാൻ പൊട്ടിയ എന്താ പറയാ? അനക്ക് ഇവിടുത്തെ ക്ലാസ് പൊട്ടിക്കല്ലാതെ വേറെ എന്താ പണി? ഇവിടെ ഉള്ളിടത്തോടുള്ള ക്ലാസ്സൊക്കെ ജനലെ പൊട്ടിച്ച് തീർത്തത് എന്നാണ് അപ്പ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ കുട്ടിയോട് കാണിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ സൽസ്വഭാവികളാണ്. ഓഫീസിലുള്ള സ്റ്റാഫിനോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ കെട്ടിയോളോടും കെട്ടിയവനോടും കാണിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ സൽസ്വഭാവികളാണ്. അന്യരോട് കാണിക്കുന്ന സ്വഭാവത്തെ അവനാന്റെ ആൾക്കാരോട് കാണിക്കാൻ വേണ്ടി പറ്റിയാൽ നമ്മൾ സൽസ്വഭാവികളാണ്. എവിടുന്ന നമ്മളെ സ്വഭാവം കേടുവരുന്നത്? 3 സമയത്താണ് സ്വഭാവം കേടുവരിക. 3 സമയത്താണ് മനുഷ്യന്റെ സ്വഭാവം കേടുവരിക. ഒന്ന്, വലിയ കുട്ടിയാവുമ്പോൾ. ചെറിയ കുട്ടിയാവുമ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞൊക്കെ കേട്ടനുസരിച്ചിട്ട് അങ്ങനെ നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി വലിയ കുട്ടിയാവും. അപ്പൊ വാപ്പ ഓനോട് പറയും, എടാ ഇപ്പൊ പഴയ മാതിരി ഒന്നല്ല കേട്ടോ, ഇജ്ജ് വലിയ കുട്ടിയാണെന്ന് പറയും. ഓനും തോന്നും ഞാൻ പരേശം വലിയ കുട്ടിയായിട്ടുണ്ട്. പിന്നെ ഒരു മനുഷ്യൻ ഓൻ പറഞ്ഞാൽ കേൾക്കൂല, ആ രൂപത്തിലേക്ക് മാറും. ഇത് വലിയൊരു മാറ്റാണ്, ഒന്ന് വലിയ കുട്ടിയാവുമ്പോൾ. രണ്ടാമത് മനുഷ്യന്റെ സ്വഭാവം മാറുക ജോലി കിട്ടുമ്പോഴാണ്. ഒരു ജോലി കിട്ടാൻ കഴുതക്കാല് വരെ പിടിക്കും. കിട്ടിക്കഴിഞ്ഞാൽ സ്വഭാവം മാറും. നമ്മൾ ചില പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാൽ കാണാലോ മനുഷ്യന്റെ മുഖത്ത് നോക്കാത്ത കുറെ ആൾക്കാർ.
നമ്മളെന്തേലും ഒന്നും പറഞ്ഞ ഓൽക്ക് അപ്പൊ തിരക്കിട്ട പണിക്കാരം മനുഷ്യന്റെ മുഖത്തേക്ക് തന്നെ നോക്കൂല. ഓല് ജോലി കിട്ടണതിന്റെ മുന്നേ അങ്ങനെയൊന്നും അല്ല, നല്ല സ്വഭാവമായിരുന്നു. ജോലി കിട്ടിയപ്പോ മാറിയതാ. മനുഷ്യന്റെ സ്വഭാവം മാറുന്ന രണ്ടാമത്തെ സമയമാണ് ജോലി കിട്ടുമ്പോൾ. മൂന്നാമത് മാറുന്ന സമയമാണ് റിട്ടയർഡ് ആവുമ്പോൾ. അത് ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും, ഖത്തറിൽ നിന്ന് റിട്ടയർഡ് ആയാലും, ഒക്കെ കൃഷിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും ഒക്കെ അതേമാതിരി തന്നെയാണ്. റിട്ടയർഡ് ആയ സ്വഭാവം മാറും. റിട്ടയർഡ് ആയാലുള്ള മാറ്റം എന്താ? കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ, അതാണ് മാറ്റം. പേരക്കുട്ടി വരുന്നത് വലിയ സന്തോഷത്തിലേക്കാരം. വല്യാപ്പാനെ കാണാൻ പോകുകയാണ്. ഓ, ഗേറ്റിന്റെ അടുത്ത് എന്ന് വല്യാപ്പ പേരക്കുട്ടിനെ വാങ്ങി തോളിലിട്ടൊക്കെ കൊണ്ടുവരണ കണ്ടാൽ എന്തേക്കാരെന്നറിയോ? 24 മണിക്കൂർ തികടേന് മുമ്പ് വല്യാപ്പാന്റെ സ്വഭാവം മാറും. പത്രത്തിൽ നിന്ന് ഫോട്ടോ കാണാനില്ല, കണ്ണടയുടെ കാല് പൊട്ടിയിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി ഓരോന്നും. സൈക്കിൾമ കയറിയാലും പ്രശ്നം, കയറിയില്ലെങ്കിലും പ്രശ്നം. സൈക്കിൾമ കയറിയാല് കണ്ടിലേ ചെറുക്കാൻ ഊര മുറിക്കാൻ വേണ്ടി സൈക്കിൾമ കയറിയിരിക്കണത് എന്നായി. കയറിയില്ലെങ്കിലോ 4000 ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഒരു സൈക്കിൾ കൊടുന്നിച്ചിട്ട് ഓനായ്മൊന്ന് കയറി നോക്കിക്കൂടെ എന്നായി. ഈ സാധനം പള്ളിക്ക് വന്നാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അതൊന്ന് വെള്ളം മുക്കിയാലും പ്രശ്നം ഉണ്ടാവും, മുക്കിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവും. മുക്കിയാല് പടച്ചോന്റെ പള്ളിക്കത്തെ വെള്ളം മുഴുവൻ മുക്കി ഒഴിക്കുകയെന്നായി. മുക്കിയില്ലെങ്കിൽ അള്ളാന്റെ പള്ളിയൊക്കെ കാലൊക്കെ കയറുകയെന്നായി. പണ്ട് നാട്ടിക ഉസ്താദിന്റെ പ്രസംഗത്തിലുണ്ട് ഒരു തമാശ ഒരിക്കൽ പറഞ്ഞു. ഒരു ചങ്ങായിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇത്തരം പണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ കയറിയപ്പോ വലത്തെ കാല് വെച്ചിട്ട് ഇങ്ങനെ കയറിയപ്പോ എൻ്റെ പെരടിക്ക് ഒറ്റടി കൊടുത്തു. എന്താ പുതിയാപ്പിള ഇറങ്ങാണോ എന്ന് ചോദിച്ചു. അതിലോ അങ്ങോട്ട് തന്നെ ഇറങ്ങിയിട്ട് ഇടത്തെ കാല് വെച്ചിട്ടാണ് കയറിയപ്പോ കൊടുത്തു എൻ്റെ പെരടിക്കൊന്ന്. എന്താ എന്നെ കൊല്ലാൻ കൊണ്ടുപോറ്റാണോ എന്ന് ചോദിച്ചു. ആകെ ഷെയ്പ്പായ ഓന് 2 കാലും എടുത്തുങ്ങാണ്ട് ഒറ്റ ചാട്ടാണ്ട് ചാടിയപ്പോ കൊടുത്തു പെരടിക്കൊന്ന്. എന്താ ജാളെ കളിയാക്കണത് എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചൊറിഞ്ഞിങ്ങാണ്ടും മാന്തിങ്ങാണ്ട് അപ്പടി ഇപ്പടി അങ്ങട്ട് ഇങ്ങട്ട് എന്ന് പറഞ്ഞങ്ങാണ്ട് മാറ്റം. വന്ന വഴി മറക്കും. കുട്ടികളോട് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യം വരിക. ഇങ്ങനെ 3 മാറ്റങ്ങൾ. ഒന്ന് വലിയ കുട്ടിയാവുമ്പോ, ഒന്ന് ജോലി കിട്ടുമ്പോൾ, മൂന്നാമത്തെ മാറ്റം റിട്ടയർഡ് ആവുമ്പോൾ. സ്വഭാവത്തിന് മാറ്റം വരുന്ന സന്ദർഭങ്ങൾ 3 എണ്ണമാണ്. ഇവിടൊക്കെ എന്താ സാധനം വരിക? ദേഷ്യം. ലാ തഗ്ളബ അഹദ എന്ന് പറഞ്ഞതിനെ തെറ്റിക്കുക. ഇതാണ് സ്വഭാവം മാറുന്നത്. അവിടെയാണ് സ്വഭാവം മാറുക. അതുകൊണ്ട് സൽ സ്വഭാവത്തെ ഒറ്റ വാക്കിൽ ഒതുക്കാകുന്നത് ലാ തഗ്ളബ അഹദ എന്നതാണ്. നമ്മളെ നാടൻ മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തിയാൽ സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അനക്ക് ഈറ പിടിക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് എന്നർത്ഥം. വെള്ളിയാഴ്ച ജുമാക്ക് വന്നാൽ വരെ ആവശ്യമില്ലാതെ വച്ചോടും നമ്മള്. പിന്നല്ലേ പെരയത്തെ കാര്യം. അടുക്കളയില് സ്പൂണ് വീണതിന് യുദ്ധം ഉണ്ടാക്കുക. അങ്ങനത്തെ നമ്മള് ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങും. ട്രെയിനിൽ ഇരുമ്പും കൂട്ടിമുട്ടാണ് നടക്കണേ. അവിടെ നമുക്ക് റിസർവേഷൻ ടിക്കറ്റ് വേണം തിരുവനന്തപുരത്ത് പോകാനേ. അങ്ങനത്തെ നമ്മള് അടുക്കളയിൽ ഒരു സ്പൂണ് താഴെ വീണ് ഇനി യുദ്ധം ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് സ്വഭാവം. അതുകൊണ്ട് അയൽപക്കത്തെ ആളുകളോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ ആൾക്കാരോട് കാണിക്കാൻ പറ്റിയാൽ നമ്മൾ സൽസ്വഭാവികളായി. അപ്പുറത്തെ അമ്മാനോട് കാണിക്കണത് ഞമ്മളമ്മാനോട് കാണിക്കാൻ പറ്റുക. അപ്പുറത്തെ വാപ്പാനോട് കാണിക്കണത് ഞമ്മളെ വാപ്പാനോട് കാണിക്കാൻ വേണ്ടി പറ്റുക. ഇതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. സൽസ്വഭാവികളെ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് വീണ്ടും ഇണകളാക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് ആഖിറത്തിലെ സ്വർഗത്തിലെ വിവാഹത്തിനുള്ള ഒരുക്കമാണ് ദുനിയാവിലെ വിവാഹം. ഹും അവരും അസ്വാജും അവരുടെ ഇണകളും. ഏത് ഇണ? ദുനിയാവത്താതെ ഇണ. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒക്കെ നേരാക്കി കൊടുക്കും. പല്ല് ചെരിഞ്ഞതൊക്കെ നീർത്തും. സ്വർഗത്തിൽ ആരും കറുത്തവരില്ല, എല്ലാവരും വെളുത്തവർ മാത്രമാണ്. സ്വർഗത്തിൽ എന്നും എല്ലാവർക്കും 33 വയസ്സാണ്. ഏറുമില്ല, കുറയില്ല. ഇന്നലെയും 33, ഇന്ന് 33, നാളെ 33, എന്നും 33. 33 എന്നുള്ളൊരു ഉദാഹരണമാണ്. അതൊരു റേഞ്ചാണ്. എന്നും ഒരേ വയസ്സായിരിക്കും. ഏറുമില്ല, കുറയില്ല, എല്ലാവർക്കും.
സൗന്ദര്യ പ്രശ്നങ്ങളൊന്നുമില്ല, സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ഉണ്ടാവില്ല.